8-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ബെറ്റിയുടെ സാവകാശം തേടൽ ഒറ്റയ്ക്കുള്ളൊരു നടപടിയാണെന്ന് കരുതുന്നുണ്ടോ ബിജു പറയുന്നില്ല? ഈ വീട്ടുകാർ ഏറ്റെടുക്കാൻ വിമുഖത കാട്ടിയതുകൊണ്ട് ഉണ്ടാകുന്ന വൈകലാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്ന് മാത്രവുമല്ല, ഈ കുട്ടിയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം അന്ന് തന്നെ ഒരു CWC മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് മുൻപാകെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അറിയിക്കാതെ അത് ഒളിച്ചു വയ്ക്കുകയും തുടർ നടപടികളിലേക്ക് പോവുകയുമാണ് ചെയ്തത്. കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, സൂചന കിട്ടിയപ്പോൾ തന്നെ തേരകത്തെ പുറത്താക്കിയെന്ന്. സൂചന കിട്ടിയപ്പോഴൊന്നുമല്ല, ദിവസങ്ങളെടുത്തതിന് ശേഷമാണ്. ഈ കാര്യത്തിലും അതെ, ഈ വിഷയം പുറത്തു വന്നപ്പോൾ മാർച്ച് 2-ാം തീയതി മാത്രമാണ് 9:35 ഒരു ഇമെയിൽ ബെറ്റി ജോസഫിൻ്റേത് ഈ വൈത്തിരി മഠത്തിലേക്ക് പോകുന്നത്. എന്തേ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന്? ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ബിജു പറയുന്നില്ല. CWC എന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യലായ ഒരു സംവിധാനമാണ്. അത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ്. അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഗവൺമെൻറ് നോക്കണം, തക്കതായ നടപടികൾ സ്വീകരിക്കണം. ഇവരാണ് ഈ രാജ്യത്തെ കുട്ടികളെ സംരക്ഷിക്കുവാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിഭാഗം. ആ CWCയിൽ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി എടുക്കുകയും കർശന നടപടികളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു ആശയവുമില്ല. ഞാൻ പറഞ്ഞത്, ഈ വൈത്തിരിയിൽ നമുക്കറിയാമല്ലോ 10-70 വയസ്സായ സിസ്റ്റർമാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഞാൻ രണ്ടായി കാണണമെന്ന് പറഞ്ഞത്, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അവരവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ലൗകിക സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ച് ഇത്തരം കുഷ്ഠരോഗികളെയും എയ്ഡ്സ് രോഗികളെയും അനാഥരെയും വൃദ്ധരെയും നോക്കാൻ കടന്നു വന്ന 100 കണക്കിന് ചോരക്കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് പിടിച്ചു നിർത്തിയിട്ടുള്ള സിസ്റ്റർമാരെയാണ് ഇന്ന് കൊടും കുറ്റത്തിലേക്ക് ഉൾപ്പെടുത്തുവാനായുള്ള ശ്രമം നടത്തുന്നത്. ഇത് പ്രോത്സാഹനജനകമല്ല, ഇത് ഈ രാജ്യത്ത് ഗുണകരമല്ല. അവരെ വീഴ്ച തെറ്റായ റിപ്പോർട്ടിംഗ് ആദരിക്കുന്നു. ഇവിടെ നിയമലംഘനത്തിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അങ്ങേക്ക് ഈ വളരെ സുഗമമായി സർക്കാരിന്റെ സ്ഥാപനമാണ്, അതിൽ വീഴ്ച വന്നാൽ സർക്കാർ നടപടിയെടുത്തോട്ടെ എന്ന് പറയേണ്ട ഒരു വിഷയമല്ല. സർക്കാരിന്റെ വീഴ്ച സർക്കാർ നോക്കട്ടെ. ശൈലജ ടീച്ചറിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഉത്തരവാദപ്പെട്ട ചുമതല വഹിക്കുന്നവർ നിയമലംഘനത്തിന് കൂട്ടുന്നു എന്നതിൻ്റെ ഒന്നൊന്നായിട്ടുള്ള ഉദാഹരണങ്ങളാണ് അങ്ങയോട് ചൂണ്ടിക്കാട്ടിയത്. ഞാൻ തിരികെ എത്താം. രാകേഷ് സനൽ, ഈ വയനാട്ടിലടക്കമുള്ള CWC പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് തുടർച്ചയായ നിയമലംഘനങ്ങളുടെ കഥ മാത്രം പറയുന്നത്? ഇപ്പോൾ വയനാട്ടിലെ CWCയിൽ മാത്രമല്ല, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ മാത്രമല്ല, 14 ജില്ലകളിലും ഇതുപോലെ ഇരകളെത്തുകയാണ്. വലിയ അധികാരവുമായി ഇവരെല്ലാവരും ഇരിക്കുകയാണ്. സർക്കാരിന് പോലും ഇടപെടാൻ കഴിയാത്ത തരത്തിൽ. മാത്രമല്ല, ഈ പോക്സോ നിയമപ്രകാരമുള്ള നടപടികൾ മുഴുവൻ എടുക്കുവാനുള്ള നിയമപരമായ ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ള ഈ ബോഡി എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ക്രിമിനൽ കുറ്റവാളികൾക്ക് കുറ്റം കൂടുതൽ ചെയ്യാൻ കഴിയുന്ന അവസരമൊരുക്കുന്ന ഒരു താവളമായി മാറുന്നത്? ആദ്യമായിട്ട് എന്താണ് CWC എന്നും അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്ക് ധാരണയില്ല. അതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. അതായത് കേരളത്തിൽ ബാലാവകാശം സംരക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരു ബോഡിയാണ് CWC. പക്ഷേ ഏറ്റവും കൂടുതൽ കൃത്യവിലോപം കാണിക്കുന്ന ഒരു ബോഡിയും ഇന്ന് CWC ആണ്. ഒറ്റ സെക്കൻഡ് ഞാൻ തിരികെ എത്താം. സാമൂഹ്യക്ഷേമ മന്ത്രി ശൈലജ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ എത്തിയതുകൊണ്ടാണ് ഞാൻ രാകേഷിലേക്ക് തിരികെ എത്താം. ശ്രീമതി KK ശൈലജ, എന്തുകൊണ്ടാണ് തേരകത്തെയും ഈ ബെറ്റി ജോസഫിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അമാന്തം വരുന്നത്? അല്ല, പോലീസ് അന്വേഷണത്തെ കുറിച്ച് എനിക്കിപ്പം പറയാൻ പറ്റില്ല. പോലീസ് അന്വേഷണം വളരെ ഗൗരവതരമായിട്ട് നടക്കുന്നുണ്ട്. അവരെ അതിന്റെ ഏത് ഘട്ടത്തിലാണ് ആരെയാണ് ഉൾപ്പെടുത്തുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ളത്, ഈ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ CWCയെ കുറിച്ച് ഒരു ആരോപണം വന്നു. അങ്ങനെ ആരോപണം വന്നപ്പോൾ ഞാൻ അവിടുത്തെ DCPയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നാണ് കിട്ടിയത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണത്. കാരണം DCPO തലത്തിലാണ് അന്വേഷണം നടത്തിയത്. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെയർമാനെയും ഇതിൽ ഇൻവോൾവ് ആയെന്ന് പറയുന്ന കന്യാസ്ത്രീയെയും മാറ്റി നിർത്തുന്നതാണ് ഉചിതം എന്ന് തോന്നുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യുന്നതിനും, ബാക്കി 3 പേരാണുള്ളത്, അവരെ വെച്ച് CWC ചേരുന്നതിന് സാധിക്കില്ല. അതുകൊണ്ട് അവരെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് CWCയുടെ പ്രവർത്തനം കോഴിക്കോട് CWCയെ ഏൽപ്പിക്കാനും തീരുമാനിച്ചു. ഇതോടൊപ്പം സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടർ ചെയർമാൻ ആയിക്കൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്താൻ, കാരണം ഈ ദത്തെടുക്കല്, അതുപോലെ CWC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണം, ഇതിനെക്കുറിച്ചെല്ലാം ഒന്നുകൂടി ഒരു അന്വേഷണം നടത്തണം എന്ന് ഡിപ്പാർട്ട്മെന്റിന് തോന്നുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടർ ചെയർമാൻ ആയിക്കൊണ്ടൊരു ഉപരി കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ആ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ
കുറെ കാലമായിട്ടുള്ള CWCയുടെ പ്രവർത്തനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കിട്ടുകയുള്ളൂ. ആ CWC അംഗങ്ങളായിട്ടുള്ള എല്ലാവരും കുറ്റക്കാരാണെന്നും ഞങ്ങൾ പറയുന്നില്ല. ശൈല ടീച്ചർ, ഒരു സംശയം. 2012-ലും 2013-ലുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഈ 14 ജില്ലകളിലായി CWCകൾ വന്നിട്ടുണ്ട്, ഭരണസമിതികൾ. 2012-ൽ വന്ന ഭരണസമിതികളിൽ പെട്ടതാണ് ഈ വയനാട് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിയാത്ത ഒരു സമിതിയെ പിരിച്ചുവിട്ടു എന്നാണ് സർക്കാർ പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? കാലാവധി കഴിയാത്ത സമിതിയെ പിരിച്ചുവിട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കാലാവധി കഴിഞ്ഞ സമിതികൾ തന്നെ ഇപ്പൊ ധാരാളം ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞ സമിതികളെയും ഇനി കാലാവധി പൂർത്തിയാകുന്ന സമിതികളെയും പുനഃസംഘടിപ്പിക്കണം. അല്ലല്ല, എന്റെ ചോദ്യം ഇതാണ്. തേരകം ചെയർമാനായ വയനാട് CWCക്ക് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ 2012-ൽ രൂപീകരിക്കപ്പെട്ട സമിതിയാണത്. അതിപ്പോൾ തന്നെ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാത്ത ഒരു സമിതിയെ എങ്ങനെയാണ് പിരിച്ചുവിടാൻ കഴിയുക? ഞാൻ പറയുന്നത് കേൾപ്പ് കാലാവധി പൂർത്തിയാകുന്ന മുറക്ക് 2014-ലും 2015-ലുമായിട്ട് കാലാവധി കഴിഞ്ഞ സമിതികൾ ഉണ്ടായിരുന്നു. അത് പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് സാധുതയില്ലല്ലോ സർ. പെടാത്ത കാലത്തോളം പഴയ സമിതികൾ കാലാവധി കഴിഞ്ഞാലും അത് നിലനിൽക്കുകയല്ലേ. ഒരു സംശയം കൂടി. ഒരു സെക്കൻഡ് മിനിസ്റ്റർ, 2000-ലെ നിയമപ്രകാരമാണ് ഇനി ഈ രൂപത്തിലുള്ള സമിതികളെങ്കിലും പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2015-ൽ പുതിയ നിയമം വന്നു, 2016-ൽ അതിൻ്റെ മോഡൽ റൂൾസ് വന്നു. കേരളം ഇതുവരെ റൂൾസ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഴയ സമിതികൾക്ക് കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ തുടരാൻ കഴിയുന്നത് കേരളത്തിൽ? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ പറയാൻ അനുവദിക്കാതിരുന്നാൽ എന്താ ചെയ്യുക? ഞാനിപ്പോ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ പല CWCകളുടെയും കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. കാലാവധി കഴിഞ്ഞെടുത്ത് പുതിയ കമ്മിറ്റി വരണം, അഥവാ പഴയ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കണം. പഴയ കമ്മിറ്റിയുടെ സാധുത ഇല്ലാതായി എന്നുള്ളത് നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. പക്ഷെ ചെയ്യേണ്ടത് പുതിയ കമ്മിറ്റി നിലവിൽ വരികയാണ്. ആ പുതിയ കമ്മിറ്റി നിലവിൽ വരുത്തുന്നതിന് വേണ്ടി ഞാൻ ഉടനെ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഇടപെടൽ അതിന് ആവശ്യമായിട്ടുള്ള സെലക്ട് കമ്മിറ്റിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സെലക്ട് കമ്മിറ്റിയെ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ പുതിയ കമ്മിറ്റി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സെലക്ട് കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കുകയും ഇപ്പൊ സെലക്ട് കമ്മിറ്റിയുടെ അതിന് ഒരു നടപടിക്രമമുണ്ട്. അതിന്റെ സമയമാണ് ഇത്രയും നാൾ വന്നത്. സെലക്ട് കമ്മിറ്റി ഇപ്പൊ നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷെ സെലക്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിശ്ചയിക്കുന്നതിന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പെർമിഷൻ ആവശ്യമാണ്. അതിന് പെർമിഷന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് കിട്ടും. കിട്ടിയ ഉടനെ തന്നെ ഈ കാലാവധി കഴിഞ്ഞ എല്ലാ കമ്മിറ്റികളെയും പുനഃസംഘടിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി ഞാൻ പറയാം. ഈ CWCകളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ പലയിടത്തും ആക്ഷേപമുണ്ടായിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ സമിതിയാണ്, അതിനെക്കുറിച്ച് ഇനി അന്വേഷിക്കാമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം പുതുതായിട്ട് വരുന്ന കമ്മിറ്റികൾ അത്തരത്തിലുള്ള ക്രമക്കേടുകളില്ലാത്ത കമ്മിറ്റിയായിട്ട് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പം ഈ സെലക്ട് കമ്മിറ്റി രൂപീകരിച്ചു, അത് നിലവിൽ വന്നത് ചെയർമാന്റെ കാര്യവും കൂടി തീരുമാനമായതോടുകൂടി ആ സെലക്ട് കമ്മിറ്റി ഉപയോഗിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റി നിലവിൽ വരും. ആ പുതിയ കമ്മിറ്റികൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശൈല ടീച്ചർ, ഈ നിലവിലെ ഈ സമിതികളിൽ ഭൂരിഭാഗത്തിൻ്റെയും ഒരു സ്വഭാവമായി കാണുന്നത് ഒരു മതസമുദായത്തിലെ പ്രമുഖർ മിക്കവാറും എല്ലാ ഇത്തരം സംവിധാനങ്ങളുടെയും നായകസ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് എന്നൊരു സംശയമെങ്കിലും തോന്നിയിട്ടുണ്ടോ? തുടർ നടപടികളിൽ അത്തരം എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഞാനിതിനെ മതപരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോ വന്നു ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഏത് മതത്തിൽപ്പെട്ട ആളുകൾ അധ്യക്ഷനായതായാലും ആ സമിതി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനാണ് പ്രാധാന്യം. അങ്ങനെ ചെയ്യുന്നത് ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ മതേതര ബോധത്തോടെ പ്രതികരിക്കാം. പക്ഷേ ഇതിൽ ഇരകളുടെ ഭാഗത്തു നിന്ന് നോക്കുക ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു പുരോഹിതനാണ് ഇതിൻ്റെ ചുമതലയിൽ ഇരിക്കുന്നത്, ഒരു CWCയുടെ എന്നിരിക്കട്ടെ. അവിടെ ഒരു കുട്ടി വരികയാണ്. ആ കുട്ടി ലൈംഗികമായ പീഡനത്തിന് ഇരയായതാണ്, ഗർഭവതിയാണ്. ഒരു പക്ഷേ വേണമെങ്കിൽ അത് ഗർഭഛിദ്രം നടത്താവുന്നതാണ്. പക്ഷേ ഈ പുരോഹിതൻ സമ്മതിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആ ഇരയുടെ അവകാശമോ അദ്ദേഹം അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടെ ഇരിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്തമോ അല്ല പ്രധാനമായി കാണുക, അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെയാണ്. അങ്ങനെ വരുമ്പോൾ പറയുക, പ്രസവിച്ചോളൂ, ആ കുട്ടിയെ നമുക്ക് അനാഥ മന്ദിരത്തിലേക്ക് കൊടുക്കാം, അവിടെ നിന്ന് പിന്നെ ദത്തെടുക്കൽ ക്രിയ. ഇങ്ങനെ ഒരു സർക്കാർ ഏജൻസിയെ ഒരു മതസ്ഥാപനമാക്കുന്നു, മറ്റു രൂപത്തിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാക്കി മാറ്റുന്നു. ഇതിനെ മതേതരമായ മനസ്സോടെ മാത്രമല്ല സമീപിക്കേണ്ടത്. ശൈലജ ടീച്ചർ, ഞാൻ ഈ കുറ്റകൃത്യത്തെ മറക്കാൻ മതേതരത്വം പറയുന്നതല്ല.
എന്നാൽ ഈ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ചിലത് മറയ്ക്കപ്പെടുന്നുണ്ട്, ചിലത് പിടിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം പിടിക്കപ്പെടണം. അതൊരു പുരോഹിതൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഗ്രാവിറ്റി കൂടുന്നുണ്ട്. കേരളത്തിലെ എല്ലാ CWCകളുടെയും ചെയർമാൻ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടെല്ലാം പരിശോധിക്കാം. പക്ഷെ നമ്മളൊരു പ്രശ്നത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതസ്ഥരായിട്ടുള്ള ആളുകൾ അധ്യക്ഷ സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പറയാൻ ഞാൻ ഒരുക്കല്ല. അത് മതാതീതമായിട്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. മതാതീതം